അസമിലെ പ്രമുഖ ന്യൂനപക്ഷ പാർട്ടിയായ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫണ്ട് അധ്യക്ഷൻ മൗലാന ബദറുദ്ദീൻ അജ്മലിന്റെ പുതിയ പ്രസ്താവന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ മുസ്ലിം സമൂഹം മുൻപത്തേക്കാൾ സുരക്ഷിതരാണെന്നും അതിന് കാരണം അവർക്കൊപ്പം നിൽക്കുന്ന മതേതര ചിന്താഗതിക്കാരായ ഹിന്ദുക്കളാണെന്നുമാണ് അജ്മൽ അഭിപ്രായപ്പെട്ടത്. രാജ്യത്തെ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന സംസ്കാരമാണ് ഇന്ത്യയുടേതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിഭജന രാഷ്ട്രീയത്തിന് ശ്രമിക്കുന്നവർ എത്ര ശ്രമിച്ചാലും സാധാരണക്കാരായ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നത് തുടരുമെന്നും അതിനാൽ മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നിരന്തരം ഉപയോഗിക്കുന്ന മിയ രാഷ്ട്രീയത്തെ അജ്മൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. അസമിലെ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് മിയ എന്നത്. മുഖ്യമന്ത്രി മിയ മിയ എന്ന് ഉറക്കെ വിളിച്ചു കൂവുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്കോ അസമിലെ രാഷ്ട്രീയത്തിനോ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പരിഹസിച്ചു. മുഖ്യമന്ത്രിയുടെ ഇത്തരം പ്രസ്താവനകൾ വെറും രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണ്. ജനങ്ങളെ വിഭജിച്ച വോട്ട് നേടാനുള്ള തന്ത്രമാണിതെന്ന് അജ്മൽ ആരോപിച്ചു. മുഖ്യമന്ത്രി എത്ര നിലവിളിച്ചാലും മുസ്ലിം സമുദായത്തിന്റെ അന്തസ്സിന് പോറലേൽപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ ഒരു കാരണവശാലും BJPക്ക് നൽകരുതെന്ന് അജ്മൽ സമുദായത്തോട് അഭ്യർത്ഥിച്ചു. BJPയുടെ നയങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും അവർക്ക് വോട്ട് ചെയ്യുന്നത് ആത്മഹത്യാപരമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സമുദായത്തിന്റെ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ അതീവ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം വോട്ടുകളുടെ വിഭജനം അത്യന്തികമായി BJPക്കാണ് ഗുണം ചെയ്യുക. ഇത് സമുദായത്തിന് ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ഐക്യത്തോടെയുള്ള പോരാട്ടം മാത്രമേ സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. BJP മാത്രമല്ല കോൺഗ്രസിനെയും അജ്മൽ വെറുതെ വിട്ടില്ല. കോൺഗ്രസ് അസമിൽ വൃത്തികെട്ട രാഷ്ട്രീയ കളി കളിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ BJPയെ സഹായിക്കാനാണെന്ന് അദ്ദേഹം സംശയിക്കുന്നു. കോൺഗ്രസിനാകെ 23 സീറ്റുകൾ ലഭിച്ചാൽ അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്ന അജ്മലിന്റെ ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ കൂടുതൽ മേഖലകളിൽ കോൺഗ്രസ് സജീവമാകുന്നത് AIUDFന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാനാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കോൺഗ്രസ് കാണിക്കുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു. അസമിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഇത്തരം പ്രസ്താവനകളെന്ന് വ്യക്തമാണ്. ന്യൂനപക്ഷ വോട്ടുകളിൽ നിർണായക സ്വാധീനമുള്ള അജ്മലിന്റെ പാർട്ടിയും പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടം BJPക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. അതേസമയം ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്ന അജ്മലിന്റെ പരാമർശം മതേതര പക്ഷത്ത് നിന്ന് വലിയ സ്വാഗതം ഏറ്റുവാങ്ങുന്നുണ്ട്. വർഗീയ ധ്രുവീകരണം നടത്തുന്നവർക്ക് ഇതൊരു തിരിച്ചടിയാണെന്ന് നിരീക്ഷകർ കരുതുന്നു. അസമിലെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുമെന്ന് ഉറപ്പാണ്.